ഹായ് ഗായ്സ്, അപ്പം നമ്മളിന്ന് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡാണ് പോകുന്നത്. അപ്പോൾ ഇതെവിടെയാണെന്ന് വെച്ചാൽ കൊല്ലൂർ മൂകാംബിക ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒന്നും പ്രീ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ റൂമും കാര്യങ്ങളൊന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ റൂമൊക്കെ തപ്പി ലാസ്റ്റ് റൂം കിട്ടി. കുറച്ച് എക്സ്പെൻസീവ് ആണ്, 700 സംതിങ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ രാവിലെ കയറിയ ചെക്ക് ഇൻ ചെയ്താൽ ചെക്കൗട്ട് ചെയ്യുന്നത് ഒരു 5 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യും. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് തോന്നി. പിന്നെ റൂം കുഴപ്പമില്ല, നല്ല റൂമാണ്. പുറത്തത്തെ വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ്, രാവിലത്തെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിച്ച് അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് ഒരു പൂത്താലം കണ്ടപ്പോൾ ഞാനത് വാങ്ങി. അങ്ങനെ അമ്മയെ കാണാൻ പോയി. അമ്മയെ കണ്ട് വഴിപാടും കാര്യങ്ങളൊക്കെ കഴിപ്പിച്ച് നമ്മളങ്ങനെ കുറച്ച് നേരം അമ്പലമൊക്കെ പോയി കണ്ട്. ചുറ്റും ഒരുപാട് ദൈവങ്ങൾ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് അപ്പോഴാണ് നമ്മൾ രഥം കണ്ടത്. അപ്പോൾ അത് അവിടെ പണിയെടുക്കുകയാണ് ഉണ്ടായത്. എന്നാലും നമ്മൾ പോയിട്ട് വീഡിയോ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ അവിടെ തന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ അമ്മേനൊക്കെ കണ്ട് അങ്ങനെ അവിടുത്തെ കുറച്ച് നേരം ഇരുന്ന് മെല്ലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടുന്ന് ഞാൻ താലമൊക്കെ വാങ്ങി. പിന്നെ അവിടുന്ന് മൂകാംബിക അമ്മേൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിമും വാങ്ങി. അങ്ങനെ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി. ഏട്ടനാണെങ്കിൽ പൂരിനെ തച്ചു കൂട്ടിക്കുന്നുണ്ടായിരുന്നു. പൂരിയും കുറുമക്കറിയുമാണ്. നല്ല ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ കഴിച്ചൊന്നും നോക്കിയില്ല. എനിക്ക് മസാല ദോശ മതി പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനത് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ എൻ്റെ ഫുഡ് എത്തി. നല്ല ക്രിസ്പി ആയിരുന്നു മസാല ദോശ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കഴിക്കാൻ. അങ്ങനെ ഞാനങ്ങനെ ഫുള്ളും കഴിക്കുന്ന ടൈപ്പൊന്നല്ല ഇങ്ങനത്തെ സാധനമൊന്നും. എന്നാലും ഞാനിത് ഫുള്ളും കഴിച്ചു. എനിക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു, തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. വിശന്നിട്ടാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളും കഴിച്ചു. മോശമില്ല. അങ്ങനെ എനിക്ക് ലോങ് ഇതായി പോകുമ്പോഴൊന്നും അങ്ങനെ ഫുഡൊന്നും പിടിക്കാറില്ല. ഇതെന്തോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ ഒരു ഉച്ചയായപ്പം എല്ലാം അന്നപ്രസാദം ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ വാങ്ങി. അപ്പം ചോറും സാമ്പാറും പിന്നെ വെജിറ്റബിൾ കറിയാണ്. അപ്പം അന്നപ്രസാദമാണല്ലോ. അപ്പം നമ്മൾ രണ്ടാളും കഴിച്ചു. പായസമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മാത്രമേ എടുത്തുള്ളൂ, ഏട്ടൻ അങ്ങനെ എടുത്തില്ല. പിന്നെ ഫുഡ് കഴിഞ്ഞ് നമ്മൾ പുറത്തെ വ്യൂസ് എല്ലാം നോക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ കാണാൻ വേണ്ടിയിട്ട്. ആ വെള്ളത്തിൽ നമ്മൾ കീഴലും ചെയ്തായിരുന്നു. അത് ഞാൻ എടുത്തില്ല. പിന്നെ 5:30 നമ്മൾ നേരെ വിടലായി. റിട്ടേൺ നമ്മളെ ബസ് 5:30 ടൈം ആകുമ്പോൾ അവിടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പോകുമ്പോഴേക്കും അവിടെ ബസ്സുണ്ട്. നമ്മൾ വന്ന ബസ് തന്നെയാണ്. അപ്പം നമ്മളൊരു ചായയൊക്കെ കുടിച്ച്, നല്ല തലവേദന ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചായയൊക്കെ കുടിച്ച് ബസ്സിൽ റിട്ടേൺ പോയി. അപ്പോൾ ഇതാണ് നമ്മൾ കുഞ്ഞ് യാത്രാ വ്ളോഗ്. ഓക്കെ, താങ്ക് യു.